കഴിഞ്ഞ ദിവസം മുൻമന്ത്രിയും CPM നേതാവുമായ KK ശൈലജ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖം വളരെ ശ്രദ്ധേയമായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ശൈലജ പറഞ്ഞ മറുപടി ഇല്ല എന്നായിരുന്നു. CPM എന്ന പാർട്ടി തുടർച്ചയായി 3 വട്ടം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകാറില്ലെന്നും ശൈലജ വ്യക്തമാക്കുന്നു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന് പക്ഷേ ഈ നിബന്ധന ബാധകമല്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-നെ പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് പറയുമ്പോൾ ശൈലജയ്ക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് പിണറായി വിജയൻ ഉള്ളത് എന്നൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ മികച്ച ആരോഗ്യമന്ത്രി എന്ന സൽപ്പേര് ശൈലജയ്ക്ക് ലഭിച്ചിരുന്നു. സർക്കാരിനും ആ പേരിൽ പങ്കു ലഭിച്ചു. രണ്ടാം പിണറായി സർക്കാരിൽ ശൈലജ മന്ത്രിയായി തുടരുമെന്ന് പലരും ധരിച്ചു. അതുണ്ടായില്ല. അതിനായി പാർട്ടി പല കാരണങ്ങളും നിരത്തി. മന്ത്രിസഭാ പുനഃസംഘടനയിലും ശൈലജയുടെ പേര് വന്നു. അവർ തിരിച്ചു വരണമെന്ന് ചിലരെങ്കിലും പാർട്ടിയിലും ആഗ്രഹിച്ചു. അതും നടന്നില്ല. പിന്നാലെ വടകര വഴി ഡൽഹിക്ക് ശൈലജയെ മാറ്റാനുള്ള നീക്കമാണ് CPM നടത്തിയത്. എന്നാൽ ഷാഫി പറമ്പലിന് മുന്നിൽ തോറ്റതോടെ MLA ആയി തന്നെ ശൈലജ തുടർന്നു. വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ താൻ മത്സരിക്കാനുണ്ടാകില്ല എന്നാണ് ശൈലജ പറഞ്ഞു വെക്കുന്നത്. ഒരിക്കലും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ശൈലജ സംസാരിച്ചിട്ടില്ല. CPM-ന്റെ രീതി അതാണെന്ന് പറഞ്ഞ് ശൈലജ തൻ്റെ ദുർവിധിയെ മറികടക്കാൻ ശ്രമിക്കുന്നു. തുടർച്ചയായി 3 വട്ടം ആരും മത്സരിക്കില്ല എന്ന് ശൈലജ പറയുമ്പോൾ പിണറായി വിജയൻ അതേ കാര്യത്തിൽ CPM ഇളവ് നൽകുന്നുണ്ട്. അതാണ് ഇവിടെ ചോദ്യം ചെയ്യേണ്ട ഒരു ഘടകം. ഒന്നാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയ KK ശൈലജയിലും കേരളം ഭാവി മുഖ്യമന്ത്രിയെ പ്രതീക്ഷിച്ചിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജയ്ക്ക് സീറ്റ് നിഷേധിക്കാൻ CPM-ൽ ചില കരുനീക്കങ്ങളുണ്ടായി. പക്ഷേ ശൈലജയെ മാറ്റി നിർത്തുന്നത് CPM-ന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കുമെന്നും രണ്ടാമതൊരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകാനുള്ള മോഹവുമായി മത്സരിക്കുന്ന പിണറായിയുടെ സാധ്യത ഇല്ലാതാക്കുമെന്നും കണ്ട CPM അവർക്ക് മട്ടന്നൂരിൽ സീറ്റ് അനുവദിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവുമായി തെരഞ്ഞെടുപ്പ് വിജയിച്ച ശൈലജയെ മുഖ്യമന്ത്രിയാക്കിയില്ല എന്നതോ പോകട്ടെ, മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പോലും പാർട്ടി ഇഷ്ടപ്പെട്ടില്ല. ശൈലജയെ ഒഴിവാക്കാൻ വേണ്ടി പുതിയൊരു തന്ത്രമാണ് മുന്നോട്ട് വെച്ചത്. പിണറായി ഒഴികെ മന്ത്രിസഭയിലെ CPM അംഗങ്ങളെല്ലാവരും പുതുമുഖങ്ങളായിരിക്കണം എന്നുള്ളത്. പദ്ധതി വിജയിച്ചു. ശൈലജ മന്ത്രിസഭയിൽ നിന്നും പുറത്താവുകയും ചെയ്തു. ഒടുവിൽ MLA പദവി കൂടി നഷ്ടമാകുമ്പോൾ ശൈലജയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിന് കൂടിയാണ് ഇവിടെ തിരശീല വീഴുന്നത്.